നമുക്കറിയാം, കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് RSS ആണ് എന്നത്. RSSന് ഒരു കാലത്തും കീഴടക്കാൻ പറ്റാത്തതാണ് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ മതേതര മനസ്സ്. വർഗീയ പ്രചാരണം, വിദ്വേഷം വളർത്തൽ, കലാപം സൃഷ്ടിക്കൽ, ഇതൊക്കെ കേരളത്തിൽ RSS പ്രയോഗിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘശാഖകൾ ഇവിടെ ഉണ്ടാക്കി എന്ന് അഹങ്കരിച്ചു. പക്ഷേ നാടിൻ്റെ പിന്തുണയോ ജനങ്ങളുടെ അനുഭവമോ ആർജിക്കാൻ ഒരു ഘട്ടത്തിലും അവർക്ക് കഴിഞ്ഞില്ല. രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗത്തും സ്വന്തമാക്കിയെന്ന് RSS അഹങ്കരിക്കുന്ന വിജയങ്ങളും അവർക്കുണ്ടായില്ല. അങ്ങനെയുള്ള പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും നൈരാശ്യത്തിൻ്റെ ചരിത്രം മാറ്റാനാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരം എന്ന ആയുധം അവർ പ്രയോഗിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ ബന്ധങ്ങൾ എങ്ങനെയാകാൻ പാടില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നീക്കവും. മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വെക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നത്. ഇതിലേറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരിഗണിച്ചുകൊണ്ട് 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചത്. ഗ്യാരണ്ടിയും വായ്പയും രണ്ടാണെന്ന് 1999 റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കിഫ്ബിക്ക് നൽകുന്ന ഗ്യാരണ്ടിയെ സംസ്ഥാനത്തിൻ്റെ വായ്പയായി ബോധപൂർവം കണക്കാക്കുന്ന വികലമായ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വായ്പാ പരിധി വെട്ടിക്കുറവ്. കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി 2025 ഒക്ടോബർ 9 കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ നിഷേധാത്മകമായ നിലപാടാണ് തുറന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പല അപേക്ഷകളും തീരുമാനമാകാത്ത കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലും വിഭവസമാഹരണത്തിലും വൻപിച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 2021 മാർച്ചിൽ 47,000 കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം ഇപ്പോൾ ഏകദേശം 80,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് കേവലമൊരു നേട്ടമല്ല, മറിച്ച് ചിട്ടയായ ധനമാനേജ്മെൻറ്റിൻ്റെ ഫലമാണ്. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരോഗതിയെ അപ്രസക്തമാക്കും വിധം അർഹമായ വിഹിതം നിഷേധിച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനം ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ മാസങ്ങളായി കേന്ദ്രത്തിൻ്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. GST സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഗണ്യമായി പരിമിതപ്പെട്ടുവെന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ GST നിരക്കുകളിൽ വരുത്തപ്പെട്ട മാറ്റങ്ങൾ, റേറ്റ് റേഷണലൈസേഷൻ, ഇതുമൂലം വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം 8,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ ആഘാതം ചെറുതല്ല. നഷ്ടപരിഹാരം ഇപ്പോൾ നിലവിലില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.